വീഴുമോ? നമുക്ക് ഈ കാര്യം ചർച്ച ചെയ്യാം. ജിപ്സം ബോർഡ് വർക്ക് ഏത് രൂപത്തിലാണോ ചെയ്യേണ്ടത് ആ രൂപത്തിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ചാനൽ എങ്ങനെയാണോ ഇടേണ്ടത്, സപ്പോർട്ട് എങ്ങനെയാണോ ചെയ്യേണ്ടത് അത് കണക്കായി ചെയ്തിട്ടില്ലെങ്കിൽ ജിപ്സം ബോർഡ് സീലിംഗ് താഴെ വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. സിമന്റ്, കല്ല്, മണല്, കമ്പി കണക്കായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അതിൽ മായം ചേർക്കുകയാണെങ്കിൽ ബിൽഡിംഗ് താഴെ വീഴും. അതേപോലെ ജിപ്സം വർക്ക് അതിൻ്റെ രൂപത്തിൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് കംപ്ലൈൻറ്റ് ഉണ്ടാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജിപ്സം ബോർഡ് വർക്കിന് കംപ്ലൈൻറ്റ് കേൾക്കാൻ കാരണം ജിപ്സം ബോർഡ് എന്നല്ല, എല്ലാ മെറ്റീരിയലിനും വില കൂടിയിട്ടുണ്ട്. ഇന്നത്തെ റേറ്റിനനുസരിച്ച് വർക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റേതായ റേറ്റ് വരികയും ചെയ്യും. പക്ഷേ ഇപ്പോൾ സാധാരണക്കാരും അല്ലെങ്കിൽ മറ്റുള്ളവരും എത്രത്തോളം റേറ്റ് കുറപ്പിച്ച് വർക്ക് എടുപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം റേറ്റ് കുറപ്പിച്ചാണ് വർക്ക് എടുക്കുന്നത്. വർക്ക് കിട്ടണമെങ്കിൽ റേറ്റ് കുറച്ച് പറയേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അങ്ങനെ റേറ്റ് കുറച്ച് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ചാനലുകൾ ഇടേണ്ടിയിരിക്കുന്നു. അല്ലാതെ വർക്ക് എടുത്താൽ അവർക്ക് ലാഭമെന്നല്ല, അവൻ ചെയ്ത വർക്കിൻ്റെ കൂലി പോലും കിട്ടാത്ത സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അനുസരിച്ച് ചാനൽ കുറയ്ക്കുകയും സപ്പോർട്ട് കുറയ്ക്കുകയും ചെയ്ത് വർക്ക് എടുക്കുമ്പോൾ ആ വർക്ക് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നാം ശ്രദ്ധിക്കേണ്ടത്, ഈ മെറ്റീരിയലിൻ്റെ വില നമുക്കറിയാം. ആ വിലക്കനുസരിച്ച് മാന്യമായി കൂലി കൊടുത്ത് വർക്ക് എടുപ്പിക്കുകയാണെങ്കിൽ ജിപ്സം ബോർഡ് സീലിങ്ങിന് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാവുകയില്ല. 10-22 വർഷത്തിൽ കൂടുതലായി ഞാൻ വർക്ക് എടുക്കുന്നു. ഇതുവരെ ചെയ്ത വർക്കിന് നമ്മൾ വർക്ക് ചെയ്ത കാരണം കൊണ്ട് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. കാരണം അവർക്ക് അതിനനുസരിച്ചുള്ള റേറ്റിനാണ് വർക്ക് എടുത്തു കൊടുക്കുന്നത്. അതേപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൊണ്ട് ജിപ്സം ബോർഡിൻ്റെ വർക്ക് എടുപ്പിക്കണം. ഇപ്പോൾ കാർപ്പൻറ്റേഴ്സ്, പ്ലംബർ, അലൂമിനിയം ഫാബ്രിക്കേഷൻ ടീം, അങ്ങനെ പെയിൻറ്റർ, അങ്ങനെ പലരും ജിപ്സം ബോർഡിൻ്റെ വർക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ ഒന്നാമത് വർക്ക് എടുക്കാൻ കാരണം ആദ്യമായി ചെയ്യുന്ന വർക്ക് ജിപ്സം ബോർഡിൻ്റെ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ അത് തുടങ്ങിയാൽ അടുത്ത വർക്കും അവർക്ക് ലഭിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർക്ക് വർക്ക് അറിയുന്നില്ലെങ്കിൽ അവർ മറ്റുള്ള ജിപ്സം ബോർഡ് വർക്ക് അറിയുന്ന, അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ വർക്ക് നല്ലപോലെ അറിയാത്ത ആളുകളെ ഈ വർക്ക് ഏൽപ്പിക്കുകയും ആ കാരണം കൊണ്ട് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. നല്ല രൂപത്തിൽ വർക്ക് എടുക്കുന്ന കാർപ്പൻറ്റേഴ്സും അലുമിനിയം ഫാബ്രിക്കേഷൻ ടീമും ഉണ്ട്, ഇല്ല എന്നല്ല. അതിന് പുറമെ വർക്ക് നല്ലപോലെ അറിയാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളെ കൊണ്ട് വർക്ക് എടുപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒന്നുകിൽ 1-2 വർക്ക് അവർ ചെയ്തത് പോയി നോക്കുക. നല്ല വർക്ക് ആണെങ്കിൽ മാത്രം അവർക്ക് വർക്ക് കൊടുക്കുന്നതായിരിക്കും നന്നാവുക. അല്ലാതെ 2000-3000 രൂപ കുറഞ്ഞതിൻ്റെ പേരിൽ അവരെ കൊണ്ട് വർക്ക് ഏൽപ്പിക്കുമ്പോൾ തലയുടെ മുകളിൽ നിൽക്കുന്ന ഒരു സാധനമാണ് സീലിംഗ്. അത് തലയിലേക്ക് വീണാൽ ഈ 2000-3000 ലാഭം കിട്ടിയത് മതിയാവുകയില്ല എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് കൊല്ലം പത്തനാപുരത്തെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിലെ സീലിംഗ് താഴെ വീണതായി നാം കണ്ടു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സീലിംഗ് താഴെ വീഴുന്നത്, അവിടെ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഷീറ്റിട്ട സ്ഥലമാണെങ്കിൽ അവിടെ സീലിംഗ് ചെയ്യുമ്പോൾ അതിലൂടെ മയപ്പാറൽ വരുന്നുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ മയപ്പാറൽ വരികയാണെങ്കിൽ അവിടെ കവർ ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഷീറ്റ് നനയുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ഷീറ്റ് പൂർണ്ണമായി നനഞ്ഞു പുതർന്നാൽ ആ ഷീറ്റ് താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ 4 ഭാഗത്തും ഫൈബർ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ഷീറ്റ് വീഴുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഷീറ്റും വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ മൊത്തമായ ഒരു ഹാളാണെങ്കിൽ ഹാളിലെ മൊത്തം ഷീറ്റ് താഴോട്ട് വീഴാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഈ ഷീറ്റ് നനഞ്ഞതുകൊണ്ട് ഇത് പുതർന്ന് സ്ക്രൂ വിടുകയും ഈ ഷീറ്റ് താഴോട്ട് വീഴാൻ സാധ്യതയും അധികമാണ്. അങ്ങനെ താഴോട്ട് വീഴുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ ഫൈബർ ടേപ്പ് പൊട്ടിയിട്ടതുകൊണ്ട് ഇതിനോട് കണക്റ്റായി നിൽക്കുന്ന ഷീറ്റുകളും താഴെ വീഴും. ഒരു വലിയ ഹാളാണെങ്കിൽ ഹാളിലെ മുഴുവൻ ഷീറ്റും ഈ കാരണം കൊണ്ട് തന്നെ താഴോട്ട് വീഴും. എത്ര നല്ല രൂപത്തിൽ സീലിംഗ് ചെയ്താലും വെള്ളം മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഷീറ്റ് താഴോട്ട് വീഴും. വീഴാതിരിക്കണമെങ്കിൽ സീലിങ്ങിൻ്റെ മുകളിൽ വെള്ളം നിൽക്കാതെ നോക്കണം. കൊല്ലത്തെ ആയുർവേദ ഹോസ്പിറ്റലിലെ സീലിങ്ങിന് ഇങ്ങനെയായിരിക്കും സംഭവിച്ചിരിക്കുക എന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിൻ്റെ വർക്ക് എടുക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത് അവർ ഫ്രെയിം ചെയ്തിട്ടിട്ടുണ്ട്. വളരെ റേറ്റ് കുറച്ചിട്ടാണ് അവർ ഫ്രെയിം ചെയ്തത്. ഞാനത് പോയി നോക്കുമ്പോൾ ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇൻ്റർമീഡിയം ഇട്ടത് 4 അടിയിൽ കൂടുതലാണ്. സെക്ഷന് ജോയിൻ്റ് ആയിട്ടത് പെർ മീറ്ററാണ്.
അതിനു പുറമെ